ഒരു ഗവൺമെൻറ് ജോലി നേടുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ്. പക്ഷേ ഈ സ്വപ്നം കൊണ്ടു നടക്കുന്നവരിൽ അധികം പേരും ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുന്നതായിരിക്കും ഇവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ എങ്ങനെ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കാമെന്നായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും ഇൻസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. കൂടാതെ എൻട്രി ആപ്പ് ഇവരെ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഉടനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക നിങ്ങളുടെ ഗവൺമെൻറ് ജോബ് ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ജോലി തിരക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓഫീസിൽ ഒരു പെർട്ടിക്കുലർ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരാം, അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ പ്രോപ്പറായിട്ട് സമയം കിട്ടുന്നില്ല, പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നൊരു കാരണം, അല്ലെങ്കിൽ എന്താ പറയുക, ഫേസ് ചെയ്യുന്ന ഒരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് ആദ്യം വേണ്ടത് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. കുറച്ച് സമയം നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെ മാറ്റി വെക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഡേയുടെ ഡ്യൂറേഷൻ കൂട്ടുക, സ്ലീപ്പ് കോഡൊക്കെ കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് വേക്കപ്പ് ഏർലി. ഇങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ രാവിലെ എണീക്കാൻ ശീലിക്കുക. രാവിലെ എണീക്കുന്നതിനുള്ള ടെക്നിക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക്. അപ്പോൾ എങ്ങനെ രാവിലെ എണീക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ കുറച്ച് രാവിലെ എണീക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, കുറച്ച് നമ്മുടെ ഡേയുടെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഡേയുടെ ഡ്യൂറേഷൻ കൂടുന്നു, കുറച്ചധികം സമയം നമുക്ക് കിട്ടുന്നു. ഈ കിട്ടുന്ന സമയത്തിനെ നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം വിനിയോഗിക്കുക. അപ്പോൾ പ്ലാൻ യുവർ ടൈം ആൻഡ് സെറ്റ് പ്രയോറിറ്റീസ് എന്ന് പറയും. സോ നമുക്ക് സമയം എത്ര സമയം കിട്ടിയാൽ നമുക്കൊന്നും മതിയാവില്ല. സോ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഓഫീസിലെ വർക്കാണോ പ്രയോറിറ്റി ഉണ്ടാവുക, അല്ല വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ പ്രയോറിറ്റി, അതോ പഠിക്കുന്നതാണോ പ്രയോറിറ്റി, വോട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഡ്രീമിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ച്, നിങ്ങൾ എത്രത്തോളം ഹാർഡായിട്ട് ഡ്രീം ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക. പ്രയോറിറ്റി സെറ്റ് ചെയ്യുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റീസും ടൈം ടേബിളും സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ പഠനം തുടങ്ങാൻ പോവാണ്. പഠനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗെറ്റ് ഫ്രീ യുവർ സെൽസ് ഫ്രം ഡിസ്ട്രാക്ഷൻസ് ആണ്. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി വെക്കുക. ലൈക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ടി വി ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിരിക്കാം, വോട്ടെവർ ഇറ്റ് ഈസ്. ആ ഡിസ്ട്രാക്ഷൻസിനൊക്കെ കുറച്ച് നേരം മാറ്റി വെക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങൾ മാറിയിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഇനീഷ്യൽ സ്റ്റാർട്ടിൻ്റെ സമയത്ത് നമുക്ക് നല്ലൊരു പുഷായിരിക്കും. തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഡിസ്ട്രാക്ഷൻസ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ എഴുന്നേൽക്കുക, ടൈം ടേബിൾ പ്ലാൻ ചെയ്യുക, ഡിസ്ട്രാക്ഷൻസ് നിന്ന് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം നിങ്ങൾ ഒരു ഡേയിൽ കിട്ടുന്നുള്ളൂ പഠിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. വളരെ റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കണം പഠിക്കുന്നത്. സോ ലേൺ ക്രിസ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുമ്മാ വാരി വലിച്ച് കാട് കയറി വായിക്കാതെ, അത് ഒരു സ്കോളർലി ലെവലിൽ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കണം. പക്ഷേ ഒരു ജോബ് എയിം ചെയ്ത് പഠിക്കുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ പഠിച്ചിട്ടൊരു ജോബ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റ് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം, വളരെ ലെജിറ്റിമേറ്റ് ആയിരിക്കണം, വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം റെഫർ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈമുകൾ കിട്ടും ജോലിക്കിടയിലെ ഫ്രീ ടൈം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ രാവിലെ ഓഫീസിലേക്ക് ട്രാവൽ ചെയ്യുന്ന ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീ ബ്രേക്ക് ആയിരിക്കാം. ഈ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ 10 മിനിറ്റോ 5 മിനിറ്റോ 15 മിനിറ്റ് ഒക്കെ കിട്ടും. ഈ സമയങ്ങളിലും നിങ്ങൾ പഠനത്തിന് വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇവിടെയൊക്കെ നിങ്ങളെ സഹായിക്കുക ടെക്നോളജീസാണ്. ഈ ഫ്രീ ടൈം മേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടെക്നോളജി യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് എൻട്രി ആപ്ലിക്കേഷൻ എന്ന് വിചാരിക്കുക. അതിനകത്തൊരു ക്യൂസ് ഉണ്ട്, ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്യൂസ് ആണ്. ഡേ നിങ്ങൾ പത്രം വായിക്കുന്ന സമയം കൊണ്ട് ഒരു കറണ്ട് അഫയേഴ്സ് ക്യൂസ് 10 മിനിറ്റ് കൊണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്യൂസ് എടുത്ത് കഴിഞ്ഞാൽ അന്നത്തെ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടി. സോ അതുപോലെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രീ ടൈംസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പഠനത്തിൻ്റെ ആ ഒരു പേസ് വിട്ടുപോകാതിരിക്കാൻ ശ്രമിക്കും. നിങ്ങൾ എപ്പോഴും ട്രാക്കിൽ തന്നെയായിരിക്കും. നിങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടോ പഠിക്കാനിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, നിങ്ങളെ പഠനത്തിൻ്റെ മൂഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ പ്ലാൻ റെഡിയാണ്, ടൈം ടേബിൾ റെഡിയാണ്, മെറ്റീരിയൽസ് റെഡിയാണ്, നമ്മൾ പഠിച്ചു തുടങ്ങി കുറച്ച് പല ആളുകളും പിന്നെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു പേസ് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് തുടങ്ങിയ സ്റ്റാർട്ടിലുള്ള ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡോണ്ട് ഡു ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ ചെയ്താണ്. ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ഡു ഇറ്റ്, അതർവൈസ് ഡോണ്ട് ഡു ഇറ്റ് എന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പഠിക്കാണ്ടിരുന്നാൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊന്നും ചെയ്യാതെ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠനത്തിന് വേണ്ടി മാത്രം ചിലവാക്കുക, അല്ലെങ്കിൽ പഠിക്കാതിരിക്കുക. അതാണ് ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ഡു ഇറ്റ്. നിങ്ങൾക്ക് കിട്ടുന്ന സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുക. സോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഒരു ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോൺ ടു ലിസ്റ്റ് ആണ്. നമുക്ക് പഠിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാതിരിക്കണം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്രിയലായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാവിലെ എണീറ്റു, ഇന്ന കാര്യം ഞാൻ ചെയ്യേണ്ട, അതിന് പകരം പഠിക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യണം, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാവുക. ടു ഡു ലിസ്റ്റ് ഉണ്ടാവുക, ഡോൺ ടു ലിസ്റ്റ് ഉണ്ടാവുക. ഡോൺ ടു ലിസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് ആൻഡ് ഡോൺ ടു ലിസ്റ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ
എന്താ പറയുക, നിങ്ങൾ ഈ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ട് ഫോക്കസ്ഡ് മാറിപ്പോവാതെ പഠിച്ചുകൊണ്ടിരിക്കാൻ. ആവശ്യമില്ലാത്തതിനൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടതിലേക്ക് എത്തുന്ന കറക്റ്റ് പാത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഈ ടു ഡു ലിസ്റ്റും ഡോൺ ഡു ലിസ്റ്റും സഹായിക്കും. സോ ഇത് ഇനി നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും ചെയ്ത കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതായത് പഠനം ഡെയിലി പ്രാക്ടീസ് ചെയ്തിരിക്കുക. അതാണ് അടുത്തതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങളൊരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അത് നിങ്ങളൊരു എഫേർട്ട്ലെസ് ആയിട്ട് പിന്നീട് അത് മാറും. ഒരു ലോങ് റണ്ണിൽ ഒരു സേ ഒരു 21 to 23 ഡേയ്സ് നിങ്ങളൊരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് മാറുകയും പിന്നീട് അതൊരു എക്സ്ട്രാ എഫേർട്ടായിട്ട് തോന്നാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതൊരു ഹാബിറ്റിൻ്റെ ഭാഗമാക്കുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു കുറച്ച് ഫോഴ്സ് ഇട്ട് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് തന്നെ ഇനീഷ്യൽ ഡേയ്സിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത രീതിയിൽ. ഇത്രയായി കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും കൂടെ ചിന്തിച്ചു തുടങ്ങും. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കും. സോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് മോക്ക് ടെസ്റ്റുകൾക്കും റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതായത് നിങ്ങൾ കിട്ടുന്ന സമയം വളരെ കുറച്ചാണെങ്കിൽ തന്നെ അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കാൻ ചിന്തിക്കുക, മോക്ക് ടെസ്റ്റുകൾ എടുക്കാൻ ശ്രമിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലുള്ള ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നു ഈ സമയത്ത് വളരെ നന്നായി. സോ നമ്മുടെ ഡേ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു. ഇനി വേണ്ടത് അതിനുള്ളൊരു മെൻ്റൽ സ്ട്രെങ്ത് ആണ്. അതിനുവേണ്ടി നമ്മൾ നല്ലോണം ഉറങ്ങുക എന്നുള്ളതാണ് പറയാം. സോ ഹാവ് എ ഗുഡ് സ്ലീപ്പ്, സൗണ്ട് സ്ലീപ്പ് വേണം. നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് നേരത്തെ എണീക്കാൻ പറ്റും. ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് രാവിലെ എണീക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞുതരാമെന്ന്, നേരത്തെ എണീക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞുതരാം. സോ അത് ഇത്രേ ഉള്ളൂ. സിംപിളി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു 15 minutes അല്ലെങ്കിൽ 30 minutes മുമ്പ് എല്ലാ പരിപാടികളും മാറ്റി വയ്ക്കുക. പഠനമാണെങ്കിൽ പഠനം നിർത്തി വയ്ക്കുക, വായന നിർത്തി വയ്ക്കുക, മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുക. എല്ലാ സംഭവങ്ങളും മാറ്റി വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഉറങ്ങുന്നതിന് കുറച്ച് നേരം സിംപ്ലി വെറുതെ ഇരുന്നിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊന്നും ചുമ്മാ പ്ലാൻ ചെയ്യുക. ചെയ്യാൻ വേണ്ടി ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യാമെന്നല്ല, ചുമ്മാ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. രാവിലെ എണീക്കുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇത്ര തോന്നുന്നു, അത് ചുമ്മാ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ച് നോക്കുക നോട്ട് പാഡിൽ. അങ്ങനെ അപ് ടു ആളുകൾ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് വളരെ റിലാക്സ്ഡ് ആയ മൈൻഡോട് കൂടി, വളരെ ഹാപ്പി ആയ മൈൻഡോട് കൂടി കിടന്നുറങ്ങുക. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം ഭയങ്കര ഡീപ്പായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന റെസ്റ്റ് പ്രോപ്പറായിരിക്കും, രാവിലെ നേരത്തെ എണീക്കാൻ പറ്റും, ആ ക്ഷീണമൊന്നും ഫീൽ ചെയ്യില്ല, രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ റെഗുലർ റുട്ടീനിലേക്ക് തിരിച്ചു വരാനും കൂടെ പറ്റും. ഇത് കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു റുട്ടീൻ്റെ ഭാഗമാകുന്നു. നിങ്ങൾ തലേദിവസം പ്ലാൻ ചെയ്ത കാര്യം പിറ്റേ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക മെൻ്റൽ സക്സസ് ഫീലിംഗ് ഒക്കെ വരും. നിങ്ങൾക്ക് ചെയ്ത കാര്യം പ്ലാൻ ചെയ്ത കാര്യം ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഡ്രീം എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ടിപ്സുകളാണ്. ഇപ്പോൾ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇഫ് യു റിയലി വാണ്ട് ഡു സംതിങ് യു ഓൾവേസ് ഫൈൻഡ് ടൈം എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു കാര്യം ഭയങ്കരമായിട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സമയം നിങ്ങൾക്ക് ഒരു പ്രശ്നമായിരിക്കില്ല, സാഹചര്യങ്ങളൊരു പ്രശ്നമായിരിക്കും. എന്തായാലും നിങ്ങൾ സമയങ്ങളും സാഹചര്യങ്ങളൊക്കെ കണ്ടെത്തും. അപ്പോൾ ഈ ടിപ്സ് യൂസ് ചെയ്തിട്ട് സമയവും സാഹചര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് പഠിച്ചിട്ട് ഉയർന്ന വിജയത്തിലേക്ക് എത്തുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.